ഉണ്ടാക്കുകയാണ് കേട്ടോ. രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തന്നെ നേരത്തെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണ എടുത്ത് ഇങ്ങനെ കടവി പിന്നെ അതിങ്ങനെ മറിച്ച് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ ചപ്പാത്തി കേട്ടോ. അപ്പം മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. മീൻ കഴുകണം. എൻ്റെ ഏലക്ക അങ്ങനെ കയറി പൊട്ടിച്ചങ്ങെടുത്തല്ല കേട്ടോ. കടിഞ്ചായ ഇടുകയാണേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കുടിക്കാൻ. കുറച്ച് തേയില ഇട്ടു. നമ്മൾ തേയില വെള്ളമാണ് ഇടുന്നത് കേട്ടോ. അതിന് കടുപ്പം വേണ്ട. തേയില തീ കുറച്ച് ഞാൻ എന്നിട്ട് നമ്മൾ അതെടുത്ത് നമ്മൾ കടിഞ്ചായ നമ്മുടെ പാത്രത്തിലോട്ട് നമ്മൾ ഒഴിക്കുക കേട്ടോ. നമ്മുടെ കടിഞ്ചായ ആയിട്ടുണ്ട്. നമുക്കിനി കാപ്പി കഴിക്കാനൊക്കെ ഉള്ള നോക്കാം. നല്ല മഴ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ ചുന്തിരി ഇവിടെ നിൽക്കുന്നുണ്ട്. ചുന്തിരിക്ക് ഓർമ്മ കെട്ടിക്കൊടുത്ത് നമ്മുടെ ചുന്തിരി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അവളെ മുറ്റത്തിപ്പം കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല. നല്ല മഴയുണ്ട് കൊണ്ട് ഇപ്പം കെട്ടത്തില്ല. ചീനിയുണ്ടോ? ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വാളമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ കഴിച്ചിട്ട് പിന്നെ ബാലൻസ് പിള്ളേരൊക്കെ ഇപ്പോൾ കാപ്പ് കുടിച്ച സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഒരു കഷ്ണം മീനേ ഉള്ളു. ബാക്കി പിള്ളേരൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ ഇതാണെന്ന് എടുക്കുന്നത് കേട്ടോ. നമ്മൾ അതിൻ്റെ കൂടെ കടിഞ്ചായയും ചപ്പാത്തിയും കടിഞ്ചായയും മീൻചാറും കൂടെ കൂട്ടിയാണ് നമ്മൾ തിന്നുന്നത്. മീൻചാറിലെ മീൻ കഷ്ണമുണ്ട് എന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇളക്കമാണ് കേട്ടോ. നമുക്ക് ചീനി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീനി നമുക്ക് മീൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് വെക്കണം. ചീനി കിട്ടിയപ്പോൾ ചീനി അപ്പുറത്തെ അരിയത്ത് ചീനി എടുത്തപ്പോൾ അടുത്ത അച്ഛൻ എനിക്ക് 2 ചീനി തന്നായിരുന്നേ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞടപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ
മീൻ വെട്ടുവാണ്. ഇപ്പോൾ ഇത് ഇച്ചിരി പഴുത്തതാണ് കേട്ടോ. പഴുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് തൊലി ഇരിയാനൊക്കെ ഇച്ചിരി പാടുള്ള ഒരു രീതിയിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. വേവടിക്കുമ്പം ചൂരമീനേ നല്ല കട്ടി വെക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്നെ പേടിക്കണ്ട. തൊലി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മാംസം കൂടെ ഇറങ്ങി വരുന്ന പോലെ ഇരിക്കണം കേട്ടോ. അത് നമ്മൾ സൂക്ഷിച്ച് വേണം അതിനെ പിടിക്കാൻ. നമ്മൾ അരപ്പ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അത് അരപ്പ് തിളക്കുമ്പോൾ നമ്മൾ മീൻ പറക്കി കേട്ടോ. ഈ മുള്ളും ഈ തലയെല്ലാം കൂടെ നമ്മൾ മുളകൊക്കെ അരിഞ്ഞിട്ട് പറ്റിക്കും കേട്ടോ. തല ഇത് നമുക്ക് വറക്കാനായിട്ട് എടുക്കും. ചീര തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളായിരുന്നു ചീര. അപ്പോഴാണെങ്കിൽ അതിൻ്റെ കൂടെ വേണ്ടിയാണ് ചക്കക്കുരു. ഈ ചക്കക്കുരു ഞാനിവിടെ വാരി വെച്ചിരുന്ന ചക്കക്കുരു ആയിരുന്നേ. നമ്മുടെ ചക്ക സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചക്കക്കുരുവാണേ. അപ്പം നമ്മളിങ്ങനെ കവറിനകത്ത് കെട്ടി ഇങ്ങനെ ഒരു മംഗളത്തിൽ ഞാൻ വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അടച്ചു വെച്ചിരുന്നായിരുന്നു കേട്ടോ. അടച്ചു വെച്ചിരുന്നെങ്കിൽ അതിങ്ങനെ കുരുത്ത് കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ, നല്ല രീതിയിൽ നമുക്ക്. അപ്പോൾ ഈ ഇത് പാടയൊക്കെ എടുത്തിട്ട് നമുക്കത് മധുരിക്കത്തൊന്നുമില്ല. നമുക്കത് ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ പറക്കി വെച്ച് എനിക്കറിയാം, അമ്മൂമ്മ അമ്മച്ചിമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലൊക്കെ ഞാനും എടുത്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ചക്ക കിട്ടാനും പാടാം. അപ്പം അങ്ങനെ എടുത്ത് വെച്ചപ്പം ഞാനിത് ഈ ഇതിൻ്റെ കൂടെ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് എടുക്കുവാണ് കണ്ടോ. എൻ്റെ ചക്കക്കുരു കണ്ടോ, കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ കിളിച്ച് വന്നാലും അത് വലുതായിട്ട് കിളിക്കത്തില്ല കണ്ടോ. പിന്നെ ഈ മുളക് ഒടിച്ച് കളഞ്ഞാൽ മതിയാണ്. അപ്പം നമുക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പറ്റും ഇത്. ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്ന് രണ്ടെണ്ണമൊക്കെ പറക്കി ഇങ്ങനെ ഉപയോഗിക്കാൻ എടുക്കും. ഞാൻ ചീരക്കകത്ത് ഇടാനായിരുന്നു കേട്ടോ. അത് വേവിച്ചതിന് തോരൻ വെക്കാനാണേ. അപ്പം ഞാൻ ചോറൊക്കെ എടുത്തു. ഇത് ഞങ്ങൾ തലയാണ്ട് പറ്റിക്കാൻ വെച്ചേക്കുമായിരുന്നു കേട്ടോ. തല ഇങ്ങനെ പറ്റിക്കാനായിട്ട് ഇടയ്ക്കിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോറെടുത്ത് കഴിക്കാം കേട്ടോ. ഇന്നലത്തെ മോരുണ്ടായിരുന്നു, അത് ഞാൻ കൊച്ചുങ്ങൾക്കും കൊടുത്തു, ഞാനും എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.